Dear students, എന്താണ് ഓക്സിലറീസ് ടു ട്രേഡ് ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് അത് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ സർവീസസ് ടു ട്രേഡ് എന്ന് പറയും. എന്താണ്? ഉൽപാദനം മുതൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്യുക. അത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് വിളിക്കുന്നത്. തടസ്സങ്ങൾ, ഹിൻഡ്രൻസസ് എന്ന് പറയും. പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. സോ ഹിയർ കൊമേഴ്സ് എൻഷുവേഴ്സ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം ദി മാനുഫാക്ചറേഴ്സ് ടു ദി കൺസ്യൂമേഴ്സ്. മാനുഫാക്ചറേഴ്സ് മുതൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് വരെ സാധനങ്ങൾ സുഗമമായി തടസ്സമില്ലാതെ ഒഴുക്കോടെ നീങ്ങുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആവശ്യമുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ സർവീസസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള തടസ്സങ്ങൾ? ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, അതായത് പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം whereas the consumers are scattered all over the world. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉൽപ്പാദനം നടക്കുന്നത് ഒരു നിശ്ചിത സ്ഥലത്താണ്, പക്ഷെ അതിൻ്റെ ആവശ്യക്കാരെന്ന് പറയുന്നത് ലോകം മുഴുവൻ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ടീ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആസാം, ടെക്സ്റ്റൈൽസ് ഇൻ ഗുജറാത്ത്, നമുക്കറിയാം. അപ്പോൾ അവിടെയാണ് ഉൽപ്പാദനം നടക്കുന്നത്. അത് കൺസ്യൂമേഴ്സിൻ്റെ കൈവശം എത്തിക്കണം. അതാണ് ഒന്നാമത്തെ ഹിൻഡ്രൻസ് അഥവാ തടസ്സം, ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറയും. ആൻഡ് ദിസ് വൺ ഈസ് റിമൂവ്ഡ് ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് ഇപ്പോൾ ആസാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചായപ്പൊടി നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഒന്നിക്കൽ അത് റെയിൽ ട്രാൻസ്പോർട്ടായിരിക്കും, ചിലപ്പോൾ എയർ ട്രാൻസ്പോർട്ടായിരിക്കും, ചിലപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് ആകാം. ഏതെങ്കിലും ഒരു വഴിയിലൂടെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ചില കോമ്പിനേഷൻസ് അതുവഴിയായിരിക്കും നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറയും. ആൻഡ് ദിസ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ഈസ് റിമൂവ്ഡ് ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ആൻ ഓക്സിലറി ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന ഒരു സർവീസാണ്. ഓക്കെ, ഒരു ആക്ടിവിറ്റിയാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. ഇത് മാനുഫാക്ചറിങ് സ്റ്റേജിൽ നമുക്ക് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഒരുപാട് ചെലവുകളുണ്ട്. പക്ഷേ ഈ പണം നമുക്ക് പിന്നീട് വിൽപ്പന നടത്തിയതിന് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. വിൽപ്പന നടത്തിയതിന് ശേഷം ഉടനെ കിട്ടണമെന്നില്ല, പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞേക്കാം. അപ്പോൾ അവിടെ ഒരു ഫിനാൻസിൻ്റെ ഒരു തടസ്സമുണ്ട്, പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥം. നമുക്ക് ഫിനാൻസ് നേരത്തെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് നൽകുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. സോ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ഈസ് റിമൂവ്ഡ് ത്രൂ ബാങ്കിങ്. ബാങ്കുകളിൽ നിന്ന് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വായ്പയായിട്ട് പണം എടുക്കാൻ വേണ്ടി പറ്റും. ലോണായിട്ടോ ക്രെഡിറ്റ് കാർഡായിട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടോ ക്യാഷ് ക്രെഡിറ്റ്, നമുക്കിതൊക്കെ വിശദമായിട്ട് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പണം കടം കൊടുക്കും. സോ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ഈസ് ദർ ആൻഡ് ദിസ് ഹിൻഡ്രൻസ് ഈസ് റിമൂവ്ഡ് ത്രൂ ബാങ്കിങ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. റിസ്ക് ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടമുണ്ടാകാനുള്ള സാധ്യത പല രീതിയിലുണ്ട്. നമ്മൾ മാനുഫാക്ചറേഴ്സ് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം സ്റ്റോക്ക് ചെയ്യുമ്പോൾ കേടുപാടുകൾ വന്നു പോയേക്കാം. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കേട് വന്നു പോയേക്കാം, നശിച്ചു പോയേക്കാം. ചിലപ്പോൾ തീപിടുത്തം ഉണ്ടായേക്കാം. അങ്ങനെയുള്ള പല തരത്തിലുള്ള നഷ്ടസാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും ഈ നഷ്ടസാധ്യതകൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മാർഗമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാതാക്കും, നഷ്ടം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഗുഡ്സ് എന്ത് ചെയ്യണം, സ്റ്റോക്ക് എന്ത് ചെയ്യണം, ഇൻഷുർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്, അങ്ങനെ ഒരു ഹിൻഡ്രൻസ് ഉണ്ടാവില്ല. വി ക്യാൻ റിമൂവ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ത്രൂ ഇൻഷുറൻസ്. ഓക്കെ, അടുത്ത മറ്റൊരു ഹിൻഡ്രൻസ് ആണ് ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത്.
നമ്മൾ കമ്പനി മാനുഫാക്ചറിങ് കമ്പനിയാണ്, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഈവൻലി, തുടർച്ചയായിട്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് പിന്നീടാണ് ഉണ്ടാകുന്നത്. നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തല്ല ഡിമാൻഡ് ഉണ്ടാകുന്നത്. ഡിമാൻഡ് പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. മീൻസ് വി ആർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഗുഡ്സ് ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നത്. അപ്പോഴെന്താ പ്രശ്നം? ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഡിമാൻഡ് ഉണ്ടാകുന്നത് വരെ ഈ പ്രോഡക്ട്സ് ഗുഡ്സ് സൂക്ഷിച്ചു വെക്കണം, കേടുപാടുകളില്ലാതെ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ അങ്ങനെ അതൊരു ഹിൻഡ്രൻസ് ആണ്. അതിന് നമ്മൾ പറയുന്നത് ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്നാണ് പറയുക. ആൻഡ് ഹിൻഡ്രൻസ് ഓഫ് ടൈം ഈസ് റിമൂവ്ഡ് ത്രൂ വെയർഹൗസിങ് ഗോഡൗണുകളിൽ സുരക്ഷിതമായ സ്ഥലം. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന വാക്കാണ്. ഏതു തരം ഉൽപ്പന്നങ്ങൾ, ഇപ്പം വളരെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫിഷ്, മീറ്റ്, ഇതൊക്കെ നമുക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പം വെയർഹൗസുകളിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കി കേടുപാടുകൾ വരാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ വെയർഹൗസുകൾ എന്ന് വിളിക്കുന്നത്, വെയർഹൗസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിൻഡ്രൻസ് ഓഫ് ടൈം, ഡിമാൻഡ് ഉണ്ടാകുന്നത് വരെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് വെയർഹൗസുകളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴെന്താ, ഡിമാൻഡിനനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന തടസ്സം ഹിൻഡ്രൻസ് ഓഫ് ടൈം ഈസ് റിമൂവ്ഡ് ത്രൂ വെയർഹൗസിങ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഹിൻഡ്രൻസ് ഓഫ് നോളജ്. നമുക്ക് ഒരുപാട് തരം ഉൽപ്പന്നങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ അറിയില്ല. നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അറിയിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം വേണം. അതിനാണ് നമ്മൾ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഒരു പുതിയ പ്രോഡക്റ്റ് വരുന്നു, മാരുതി പുതിയൊരു കാറ് ഉൽപ്പാദിപ്പിച്ചു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മളെങ്ങനെ അറിയാം? പരസ്യത്തിലൂടെയാണ് അറിയാം. അവർ പരസ്യം നൽകും, വിപുലമായ പരസ്യങ്ങൾ നൽകും. ഇപ്പോൾ പുതിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നമ്മുടെ നാട്ടിൽ വരുന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? അവർ പരസ്യം കൊണ്ട് വലിയ രീതിയിൽ പല രീതിയിലുള്ള പരസ്യങ്ങൾ നൽകും. ഹിൻഡ്രൻസ് ഓഫ് നോളജ് എന്നാണ് പറയുക. എങ്ങനെയാണ്? പ്രൊഡ്യൂസേഴ്സിനും കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനും നേരിട്ട് പരസ്പരം അറിയില്ല. അല്ല, അതുമാത്രമല്ല, ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ആർക്കറിയില്ല? ഈ കൺസ്യൂമേഴ്സിന് അറിയില്ല. അപ്പോൾ അത് നമ്മൾ ഹിൻഡ്രൻസ് ഓഫ് നോളജ് എന്നാണ് പറയുക. അപ്പോൾ ഹിൻഡ്രൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി ജനങ്ങളെ അറിയിക്കുകയും അത് വാങ്ങിക്കാൻ വേണ്ടി അവരെ സ്നേഹപൂർവ്വം പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്, അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഹിൻഡ്രൻസ് എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടി നോക്കാം. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ഈസ് റിമൂവ്ഡ് ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. Hindrance of finance is removed through banking. Hindrance of risk is removed through insurance. Hindrance of time is removed through warehousing, and hindrance of knowledge is removed through advertising. Okay, അപ്പോൾ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കും. ഈ ഹിൻഡ്രൻസും അതെങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്സിലറീസ് ടു ട്രേഡിൽ വരുന്ന സർവീസുകളാണ് ഇതൊക്കെ. അതിന് നോട്ട് തന്നിട്ടുണ്ട്. ഈ ഹിൻഡ്രൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിങ് അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേബിൾ നോട്ടിലേക്ക് മാറ്റി എഴുതുകയും വേണം. ഓക്കെ, താങ്ക് യു.